Okay, let's go for unboxing. Holy Lands. ഓ പുതിയൊരു സാധനം അൺബോക്സിങ് ചെയ്യുമ്പോൾ ഒരു ഫ്രഷ്നെസ് വേറെ തന്നെ അല്ലേ, നമ്മളൊരു ക്യൂരിയോസിറ്റി ഒരു ഭാരം തന്നെയാണ്. മെയ്ഡ് ഫോർ ഐഫോൺ ഐപാഡോ? ഓ അങ്ങനെ വരാൻ വയ്യില്ലല്ലോ. ആൻഡ്രോയിഡ് കണ്ടിട്ടാണല്ലോ നമ്മളിത് ഓർഡർ ചെയ്തിരിക്കുന്നത്. സീല് നമ്മൾ ടപ്പേന്ന് പിടിക്കണം, പിടിക്കുന്നതുപോലെ ടപ്പേന്ന് ഓപ്പൺ ആക്കണം. യെസ്, അങ്ങനെ ഇങ്ങനെ തുറന്നു വരുമ്പോൾ അകത്ത് വീണ്ടും ഇതിൻ്റെ യൂസർ മാനുവൽ, അതുപോലെ സം കൈൻഡ് ഓഫ് സ്റ്റിക്കേഴ്സ്, പിന്നെ ഇമോജി, സ്മൈൽസ്, കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഒരു കാർഡൊക്കെ ഉണ്ട് കേട്ടോ. വി ആർ ഹിയർ ഫോർ യു ആഫ്റ്റർ സെയിൽസ് കാർഡ്. ഗുഡ്. ആഫ്റ്റർ ദാറ്റ് ഗുഡ് ഇമോജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിക്കേഴ്സാണ്, സിമ്പിൾസൊക്കെ ആയിട്ടുള്ള നല്ല കുഴപ്പമില്ല, ഒരു രസമായിട്ടുള്ളൊരു ഇമോജിയും ഇതൊക്കെ ആയിട്ടുള്ളൊരു സംഭവങ്ങൾ. ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ എന്തിനായിരിക്കും? ഇതിവിടെ കാണുന്ന നമ്മളെ അതിനകത്ത് കാണുന്ന ഈ മൈക്കിൻ്റെ ചാർജിങ് കേസ് ഉണ്ടല്ലോ, ഈ ഒരു പോർട്ടിലൊക്കെ വേണമെങ്കിൽ അത് പേസ്റ്റ് ചെയ്യട്ടോ സ്റ്റിക്കറൊക്കെ. അതിൻ്റെ ഒരു ലോഗോ മറക്കാൻ വേണ്ടിയിട്ട് കമ്പനീൻ്റെ ഭാഗത്തു നിന്ന് പ്രൊവൈഡ് ചെയ്ത സംഭവമാണെന്ന് തോന്നുന്നു. അതെന്താ ഈ ലോഗോ കാണാൻ രസമില്ല, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ഇത് കൊടുത്തത്, എന്താണെന്ന് അറിയില്ല. എന്തായാലും ഇതിൻ്റെ അവിടെയൊക്കെ പേസ്റ്റ് ചെയ്യാൻ തോന്നുന്നു. കുറേ സ്റ്റിക്കർ ഉണ്ട്, അടിപൊളി. ഏതായാലും ചെറിയൊരു പർപ്പസ്ഫുൾ ആയിട്ടുള്ളൊരു സ്റ്റിക്കേഴ്സ് തന്നെയാണ്. ഏതായാലും സംഭവം കിട്ടും. പിന്നെ ഇതിൻ്റെ ഒരു പാക്കിംഗ് ലിസ്റ്റ് വരുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ കോംബോ ആയിട്ടുള്ളതാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്, അതായത് ക്യാമറക്കും പറ്റിയ ആ ഒരു കോംബോ. അതിൻ്റെ അകത്ത് കേബിള്, വിൻസ്ക്രീന്, സിലിക്കോൺ കേസ്, ക്ലിപ്പ് മാഗ്നറ്റ്, ബാക്ക് ക്ലിപ്പ്, TRS കേബിള്, USB-A to USB-C കേബിള്, പിന്നെ അഡീഷണൽ സംതിങ് വാറണ്ടി കാർഡ്, ഒരു ഡ്രാഗ് ബാഗൊക്കെ വരുന്നുണ്ട്. സോ നെക്സ്റ്റ് ആണ് നമ്മളെ കിഡു ഐറ്റം. തെക്കിൻ്റെ ബോക്സിൽ ഇരിക്കുന്ന ഒരു ഇത് കണ്ടില്ലേ, ഫ്രെയിം അറ്റാച്ച് ചെയ്തിട്ടുള്ള. അങ്ങനെ ഫൈനലി നമ്മുടെ ഐറ്റം ഇതാ. ഇതൊരു അത്യാവശ്യം നല്ല പിടിക്കുമ്പോൾ തന്നെ നല്ലൊരു ക്വാളിറ്റിയും കാര്യങ്ങളും കാണുന്നുണ്ട് കേട്ടോ. ഒരു വെയിറ്റും ഇതൊക്കെ തോന്നുന്നുണ്ട്. ആ പാക്കിംഗ് ഒക്കെ അൺബോക്സിങ് ചെയ്യുമ്പോണ്ടല്ലോ ഒരു ക്യൂള്. സ്ലാർക്ക് M2 എന്ന് പറയുന്നതിൻ്റെ കോംബോ വേർഷൻ കേട്ടോ. അതായത് ക്യാമറ, ഇപ്പോൾ DSLR ക്യാമറക്കും മറ്റും കണക്ട് ചെയ്യാൻ പറ്റുന്ന റിസീവറും കാര്യങ്ങളും എല്ലാ പാക്കേജോടും കൂടിയിട്ടുള്ള ഐറ്റംസാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഏതായാലും സംഭവം അടിപൊളി. ഹോളി ലാൻഡ് USB-ൻ്റെ ചാർജിങ് പോർട്ടോട് വരുന്നുണ്ട് കറക്റ്റ്. ഇതിൻ്റെ 2 കണക്ടറോട് വരുന്നുണ്ട്. 2 കണക്ടർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്. ഒന്ന് ഐഫോണിനും അതുപോലെ ഐപാഡിനൊക്കെ പറ്റിയ ലൈറ്റ്നിങ് പ്ലഗ് വരുന്നുണ്ട്. അതിൻ്റെ താഴെ ഒരു ബട്ടണും കാണുന്നുണ്ട്. ഓക്കെ. എനിക്ക് തോന്നുന്നു ഈ ബട്ടൺ ഞാൻ യൂസർ മാനുവൽ പഠിച്ചു നോക്കിയപ്പം അതിൽ കണ്ടൊരു കാര്യം, അത് നോയിസ് ക്യാൻസലേഷനൊക്കെ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബട്ടണാണ്. അത് നമ്മളെ മൈക്കിലും ഓൾറെഡി ഇമ്പിൾഡായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ പ്ലഗിലും ഇമ്പിൾഡ് കേട്ടോ. നമുക്ക് 2 രീതിയിൽ നമുക്കത് നോയിസ് ക്യാൻസലേഷനൊക്കെ ഓൺ ചെയ്യാം. അതിനുള്ളൊരു പർപ്പസാണത് ഈ ബട്ടണ്. അതിനടുത്തൊരു പ്ലഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ Type-C, ആൻഡ്രോയിഡിനൊക്കെ കണക്ട് ചെയ്യാൻ പറ്റിയ Type-C. നല്ല അടിപൊളി ക്വാളിറ്റി ഉണ്ട്, സാധനം ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നമുക്കൊരു ഗെയ്സൊക്കെ ഒന്ന് പിടിച്ചു നോക്കുമ്പോൾ തന്നെ അതിൽ മനസ്സിലാവും സാധനത്തിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അപ്പം അതങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ ഇതാണ് കേസ്. ഇത് ഓപ്പൺ ആക്കി വരുമ്പോൾ അടിപൊളിയാണ്. സെറ്റാണല്ലോ. അത് ഓൾറെഡി ബ്ലിങ്കായി വരുന്നുണ്ട്. ചാർജ് ഫുള്ളാട്ടോ. അത് അടിപൊളിയാണ്. ഫുൾ ചാർജിൻ്റെ ഒരു പോർഷനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഏതായാലും ഒരു മൈക്ക്, ഇതാണ് മൈക്ക് എന്ന് പറയുന്നത്. അടിപൊളി സാധനം തന്നെ അല്ലേ. ഓൾറെഡി അതിൻ്റെ ഒരു ബ്ലൂ ഇൻഡിക്കേഷൻ പെയറിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം. അടിപൊളി മൈക്ക് തന്നെയാണ്. പിടിക്കുമ്പോൾ തന്നെ ബട്ടൺ സൈസ് സെറ്റ്. ഇതിൻ്റെ ഒരു ഈ യെല്ലോ കളറിൽ കാണുന്നത് അതിൻ്റെ ഒരു
പിന്നെ നോയിസ് ക്യാൻസലേഷനൊക്കെ ആക്ടിവേഷനും അതുപോലെ പവർ ഓഫ് ഓൺ എല്ലാം വരുന്ന ബട്ടണാണ്. കുറേ പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. പിന്നെ അതിൻ്റെ ലോഗോ ഒരു എംബ്ലോയിഡ് കൂടി. ഇതാണ് മാഗ്നറ്റ് കേട്ടോ. മാഗ്നറ്റ് നല്ല സ്റ്റിക്കിയാണ്, നല്ല എന്താ പറയുക, കുറച്ച് നല്ല ടൈറ്റാണ്. കാരണം അങ്ങനെ ഇനി ഊരി പോരും. അപ്പോൾ നമ്മൾ ഷർട്ടിൻ്റെ കോളറിലോ അതുപോലെ ബട്ടൺ സൈഡിലോ അവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല അവിടെ സ്റ്റിക്കായിട്ട് നിന്നോളും, അറ്റാച്ച് ചെയ്തിട്ട്. കാരണം അത്രയും ക്വാളിറ്റി ഉണ്ട്. നമുക്ക് അവിടെ തന്നെ കാണാം. അങ്ങനെ അവിടെ പ്രസ്സായിപ്പോയി. അപ്പം ഇതാണ് മൈക്ക് കാണുന്നത്. ഇനി ഇത് സെറ്റാണ്. പിന്നെ അതിൻ്റെ കൂടെ 2 മൈക്കുണ്ട്. ഓക്കെ, കേസിൽ വരുന്നത് 2 മൈക്കും പിന്നെ SLR ക്യാമറാസിനൊക്കെ കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ റിസീവറാണ് വരുന്നത്. ക്യാമറക്ക് പറ്റും. അതിൻ്റെ ഒരു അഡ്ജസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ബട്ടണും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. സോ ക്യാമറ കണക്ട് ചെയ്യുമ്പോഴായിരിക്കും അവർക്കൊക്കെ അത് യൂസ്ഫുൾ ആയിരിക്കും. അത് സെപ്പറേറ്റ് വാങ്ങാൻ കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ പിൽക്കാലത്ത് ഇനി ക്യാമറയിലേക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ. അതിപ്പം ഫോണിൽ ഷൂട്ട് ചെയ്യുന്നതാണ് ഇങ്ങനെ. ക്യാമറയിലേക്ക് ഷൂട്ട് ചെയ്യുമ്പം നമുക്ക് ആവശ്യം വരുമായിരിക്കും. തൽക്കാലം ഗേസ് തന്നെ ഇരിക്കട്ടെ. ഓക്കെ, പിന്നെ ഈ സാധനം ഇത് രക്ഷയില്ല കേട്ടോ. നമുക്ക് ഗേസ് പിടിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തോന്നും കേട്ടോ. കൊടുത്ത ക്യാഷിന് ഏതായാലും പർപ്പസ്ഫുള്ളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് കണക്ട് ചെയ്ത് നോക്കാം. അതിന് മുന്നേ വേറൊരു സംഭവം കൂടെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. കേസിനകത്ത് വേറൊരു ഇതും കൂടി വരുന്നുണ്ട്. അപ്പോൾ അത് മൈക്ക് കണക്ട് ചെയ്തിട്ടൊന്ന് സംസാരിച്ച് നോക്കാം എങ്ങനെയുണ്ട് അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ബാക്കിയുള്ള ആ ഒരു അൺബോക്സിങ്ങിൽ എന്തൊക്കെയാണ് വരുന്നതെന്നുള്ളത് മൈക്ക് കണക്ട് ചെയ്തിട്ട് ഞാൻ ഡീറ്റെയിൽ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, ഇതിൻ്റെ മറ്റൊരു സവിശേഷതകളിലേക്ക് നോക്കുമ്പോൾ മൈക്കിൻ്റെ ഒരു വേറൊരു സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ മൈക്കിൻ്റെ ഇവിടെ ഒരു ബട്ടൺ കാണുന്നുണ്ടല്ലോ. ഇതാണ് മൈക്ക്. ഇതിൻ്റെ കൂടെ ഒരു യെല്ലോ കളറായിട്ടുള്ളൊരു ബട്ടൺ കാണുന്നുണ്ട്. ഓക്കെ, ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇതിൻ്റെ നോയിസ് ക്യാൻസലേഷൻ ആക്ടിവേഷൻ ആവുന്നത്. ഒരു തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നോയിസ് ക്യാൻസലേഷൻ മോഡ് ആക്ടിവേഷൻ ആവുന്നത് കാണാം. അതായത് പ്രസ് ചെയ്യുമ്പം അതൊരു ഗ്രീൻ ഇൻഡിക്കേറ്ററായിട്ട് മാറും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒന്ന് പ്രസ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ അത് ഗ്രീൻ ലൈറ്റായിട്ട് മാറിയിട്ടുണ്ട്. ഓൾറെഡി കാണാൻ കഴിയുന്നതാണ്. ഗ്രീനായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം നോയിസ് ക്യാൻസലേഷൻ ഓണാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് ഇവിടെ നിന്ന് ചിലപ്പോൾ അത്രത്തോളം മനസ്സിലായിക്കൊള്ളുന്നില്ല. കാരണം ഞാനിപ്പോൾ ഒരു ഓഫീസിൻ്റെ അകത്താണ് ഇരുന്ന് സംസാരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം മനസ്സിലായിക്കൊള്ളുന്നില്ല. എന്തായാലും ഞാൻ വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ടൊന്ന് കാണിച്ചു തന്നുള്ളൂ. ഇത് മാത്രമല്ല, നമുക്ക് ഈ മൈക്കിൻ്റെ കൂടെ മാത്രമല്ല ഈ ഒരു ബട്ടൺ വരുന്നത്. നമ്മുടെ ഈ ഇതിൻ്റെ ഒരു കണക്ടർ വരുന്നില്ലേ, ഇതിൻ്റെ ടൈപ്പ് സി. ഇതിപ്പം ഐഫോൺ കണക്ടറാണ്. ടൈപ്പ് സി ഞാൻ നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഇതിൻ്റെ താഴെയും ഒരു മഞ്ഞ ബട്ടൺ വരുന്നുണ്ട്. ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിലൂടെ നമുക്ക് നോയിസ് ക്യാൻസലേഷൻ ആക്ടിവേഷനും ഡീആക്ടിവേഷനും ചെയ്യാൻ സാധിക്കും. ഒരു ഉദാഹരണം കാണിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി നോയിസ് ക്യാൻസലേഷൻ ഓൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഫോണിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഈ കണക്ടർ ഉപയോഗിച്ചിട്ട് ഞാനത് ഡീആക്ടിവേഷൻ ചെയ്യാൻ പോവാണ്. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് അതൊരു ബ്ലൂ ഇൻഡിക്കേറ്ററായി മാറുന്നത് കാണാം. ഓക്കെ, ഇപ്പം നോയിസ് ക്യാൻസലേഷൻ മോഡ് ഡീആക്ടിവേഷൻ ചെയ്തിരിക്കുകയാണ്. അതാണ് ഒരു ബ്ലൂ വന്നത്. ഇതിൻ്റെ അകത്ത് വേറെ എന്തോ ഒരു സംഭവം കൂടി വരുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ടുള്ള അൺബോക്സിങ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ മാറ്റി വെക്കാം. പിന്നെ വരുന്നതാണ് ഇത് ഓപ്പണാക്കി കഴിയുമ്പോൾ, ഡ്രാഗൺ കൂടെ ഒന്ന് ഓപ്പണാക്കി കഴിയുമ്പോൾ ഇവിടെ വരുന്ന ഒരു കിറ്റ് വരുന്നുണ്ട്. ചെറിയൊരു കിറ്റ്, അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു കിറ്റാണത്. This is something. ഇതിന് റിസ്ക് എടുക്കുന്നില്ലേ? യെസ്, നല്ല അടിപൊളി നെക്ലേസ് ഉണ്ട്. ഇതിന് നമുക്ക് അറിയാലോ, നെക്ലേസ് അല്ല, നെക്ലേസ് തന്നെ. ഇത് നമുക്ക് വ്ളോഗ് ചെയ്യുമ്പോൾ കഴുത്തിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മാഗ്നറ്റിക് ആയിട്ട് ഇങ്ങനെ സെറ്റാക്കി വെക്കാം. കുഴപ്പമില്ല, നല്ല അടിപൊളി സാധനം, പർപ്പസ്ഫുള്ളാണ്. ഇത് വരുന്നത് ഐ തിങ്ക് വിൻഷീൽഡാണെന്ന് തോന്നുന്നു. അതേപോലെ പുറത്തൊക്കെ പോകുമ്പോൾ ഹെവി നോയ്സ് ആയിരുന്നില്ല ആ ക്യാമറ. ഓക്കെ ഇതൊരു അട്ടാറ് സാധനമാണല്ലോ. ഇത്
ക്യാമറ ഇവിടെ അതിൻ്റെ അകത്തായിരിക്കും അത് മിക്കവാറും ഫിക്സ് ചെയ്യുന്നത് തോന്നുന്നു. ആ ഒരു മൈക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണൂല, ഇതിങ്ങനെ വലുതായിട്ട് ഇങ്ങനെ കാണും. പുറത്തൊക്കെ പോകുമ്പോൾ നല്ല വിൻഡ് ഏരിയകളിലൊക്കെ പോകുമ്പോൾ, നല്ല കാറ്റും അതുപോലെ നോയ്സ് ഏരിയകളിലൊക്കെ പോകുമ്പോൾ നമുക്കത് ഇതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കിയിട്ട് ആക്റ്റീവ് ആക്കിയിട്ട് നമുക്ക് ഈ ഒരു വിൻഡ് സ്ക്രീനിൻ്റെ ഇതിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം അത് എന്തായിക്കോളും നോയ്സ് ആയിട്ടുള്ളതൊക്കെ അത് ക്യാൻസൽ ചെയ്തിട്ട് ബാക്കിയുള്ള നമ്മളെ കറക്റ്റ് വോയിസും കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. സംഭവം ലിറ്റിൽ ബിഗി 2 മൈക്കാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഐറ്റം 2 ഐറ്റം അങ്ങനെ 2 വിൻഷീൽഡ്. ഓക്കെ, 2 മൈക്കും കൂടെ ഒപ്പം യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്തൊരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു പർപ്പസ്ഫുൾ ഐറ്റമാണ്. ഇതൊരു മൗണ്ടാണ് ശരിക്ക് തോന്നുന്നു. യെസ്, ക്യാപ്പ് മൗണ്ട് മാഗ്നറ്റിക് 2 ടൈപ്പ് ഉണ്ട്. ഓക്കെ, ഹോളി ലാൻഡ് എന്ന് എഴുതിയ 2 ഒരു മൗണ്ട്, ക്യാപ്പ് മൗണ്ട്. ഇതാണ് നമുക്ക് എവിടെയെങ്കിലും ഇങ്ങനെ ഫിക്സ് ചെയ്ത് ഇതിലിങ്ങനെ മാഗ്നറ്റ് ആക്കിയിട്ട് ഫിക്സ് ചെയ്യാം എവിടെയെങ്കിലുമൊക്കെ കൊണ്ടിട്ട്. ഓക്കെ, ഇതിൻ്റെ പിറകിൽ കാണാം മാഗ്നറ്റ് കാണാം, നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള മാഗ്നറ്റ്. നല്ലൊരു 2 പീസ് സംഭവം സെറ്റാണ്, പർപ്പസ്ഫുള്ളാണ്. അപ്പം എനിവേ ദ ഫൈനൽ ഐറ്റം എന്തായിരിക്കും? കിട്ടുന്നില്ലല്ലോ. യെസ്, അതിൻ്റെ ചാർജറാണ്. ടൈപ്പ് എ ടു ടൈപ്പ് സി കേബിൾ, നല്ല അടിപൊളി ക്വാളിറ്റബിൾ കേബിളാണ്, കണ്ടാൽ തന്നെ അറിയാം. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബാഗിനകത്ത് വരുന്നത്. ഇതിനകത്ത് വേറെന്തോ ഒരു ക്യാമറ, DSLR ക്യാമറയിലേക്കൊക്കെ നമ്മൾ കണക്ട് ചെയ്യാവുന്ന ഒരു കണക്ടറും കൂടി വരുന്നുണ്ട് സാധാ. ഇത്രയും ഐറ്റമാണ് ഈ ഒരു കുഞ്ഞു കിറ്റിൻ്റെ അകത്തുള്ളത്. ഇത്രയും ആക്സസറീസ് അടങ്ങിയ ഒരു കുഞ്ഞു കിറ്റാണ് ഇതിൻ്റെ കൂടെ വരുന്ന മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ മൈക്കിൻ്റെ കൂടെ വരുന്ന സെറ്റ് സാധനം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഇതിൽ പറയുന്നത്. അടിപൊളി എന്തായാലും. പിന്നെ നോയ്സ് ക്യാൻസലേഷൻ്റെ എത്രത്തോളം അത് ബെനിഫിറ്റ് ആണെന്നുള്ളത് പുറത്തൊക്കെ പോയിട്ട് നമ്മൾ എന്താ പറയുക നോയ്സി ആയിട്ടുള്ള പ്ലേസിലൊക്കെ പോയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ വ്ളോഗ് ചെയ്യുമ്പോഴൊക്കെയാണ് അതിൻ്റെ ഒരു ഇത് മനസ്സിലാകുന്നത്. ഇപ്പം അത്രത്തോളം മനസ്സിലാകുന്നുള്ളൊരു പോസിബിൾ ഉണ്ടാവില്ല. സോ ഇത്രയും കാര്യങ്ങളാണ് ഹോളി ലാൻഡ് ലാർക്ക് M2 എന്ന് പറയുന്നതിൻ്റെ മൈക്കിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത്. ഏതായാലും ഇതിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളൊന്നും ഇല്ല, വാങ്ങുന്നവർക്ക് വാങ്ങാം. ഏതായാലും സാധനം കിടുവാണ്. പിന്നെ ബാക്കി ഇതിൻ്റെ ചാർജിങ് കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം, യൂസ് ടു ഇറ്റ് ആയിട്ട്. സോ ദാറ്റ്സ് ഇറ്റ്.